ദൈവനാമത്തിന് മഹത്വം. ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. 2025 എന്ന പുതുവർഷത്തിൻ്റെ സന്തോഷത്തിലും ആനന്ദത്തിലും ഒക്കെ നാം മുൻപോട്ട് പോകുവാൻ ആരംഭിച്ചിരിക്കുന്നു. 2025 വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നാം ആരംഭിച്ചിരിക്കുന്നത്, അല്ലേ? 2024 നമ്മെ വിട്ടു പിരിയുമ്പോൾ ഒരുപക്ഷെ എല്ലാ ദിവസങ്ങളും നമുക്ക് ആനന്ദമായിരുന്നില്ല. നിരാശകളുണ്ടായിരുന്നു, ദുഃഖങ്ങളുണ്ടായിരുന്നു, പ്രതിസന്ധികളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരുപക്ഷെ നാം ചിന്തിച്ചത് ഇങ്ങനെയായിരിക്കും: എൻ്റെ ഈ ദുഃഖകാലം ഒന്ന് തീർന്നിരുന്നെങ്കിൽ, എൻ്റെ ഈ ദുഃഖത്തിൻ്റെ അവസ്ഥകൾക്കൊരു മാറ്റം വന്നിരുന്നെങ്കിൽ സന്തോഷമാകുമായിരുന്നു. പ്രിയരെ, ജീവിതത്തിൽ ദുഃഖവും നിരാശയും ആരും ഇഷ്ടപ്പെടുന്നില്ല. ദുഃഖമില്ലാത്ത, നിരാശയില്ലാത്ത, ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ബാധ്യതകളെക്കുറിച്ച് ഭയപ്പെടാത്ത ഒരു ദിവസമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓരോ ദിനവും പ്രഭാതം നമ്മുടെ മുമ്പിൽ പൊട്ടിവിരിയുമ്പോൾ സന്തോഷത്തോടെ ഉണരണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. പ്രിയരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ദുഃഖകാലത്തിന് ഒരവസാനം ഈ പുതുവർഷത്തിൽ ഉണ്ടാകേണ്ടതിന് നാം എന്താണ് ചെയ്യേണ്ടത്? യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 60-ാം അധ്യായം 19-20 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അത് നമുക്കിങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്: ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോവുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഓരോ ഭക്തൻ്റെ ജീവിതത്തിലും അവനെ ഉറപ്പിക്കേണ്ടതിനു വേണ്ടി അത് യെശയ്യാവ് എന്ന പ്രവാചകനിലൂടെ പല വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടു വന്ന പ്രവചന ശബ്ദമാണ്: നിന്റെ പ്രകാശം, നിന്റെ തേജസ്, നിന്റെ സന്തോഷം, നിന്റെ ജീവിതത്തിൻ്റെ സകല സമസ്ത മേഖലകളിലും നിന്റെ ബലമെന്ന് പറയുന്നത് നിന്റെ ദൈവമാണ്. നിന്റെ ദൈവത്തിലായിരിക്കണം നിന്റെ നിത്യ പ്രത്യാശ ഉണ്ടായിരിക്കേണ്ടത്. അതെ, നാം ഈ വാക്യങ്ങളെക്കുറിച്ചൊന്ന് വിലയിരുത്തിയാൽ, പകൽ നിനക്ക് വെളിച്ചം തരുന്ന സൂര്യനിലല്ല നീ പ്രത്യാശിക്കേണ്ടത്. പിന്നെയോ ആ സൂര്യനെയും നിന്നെയും സൃഷ്ടിച്ച ദൈവം ഒന്ന് എന്നറിഞ്ഞ് ആ ദൈവത്തിൽ നീ പ്രത്യാശിക്കുക. നിന്റെ നിത്യ തേജസ് എന്ന് പറഞ്ഞാൽ നിന്നെ ശോഭിപ്പിക്കുന്ന, നിന്നെ പ്രകാശിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തിന് അർത്ഥം തരുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കി നീ സന്തോഷിക്കുക. നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയത്തിൻ്റെയും പിന്നാമ്പുറങ്ങളിൽ പ്രതിധ്വനിക്കുന്ന വിഷയം നിന്നെ വല്ലാതെ പേടിപ്പിക്കുമ്പോൾ, വല്ലാതെ അലട്ടുമ്പോൾ, ആ വിഷയത്തിൻ്റെ മറുപടി കണ്ടെത്താൻ കഴിയാതെ ആ വിഷയം വലിയൊരു പ്രതിസന്ധിയാണ് എന്ന് അത് ഉറപ്പിച്ച് നീ നിരാശയോടെ നിന്റെ തല താഴ്ത്തിയിരിക്കുമ്പോൾ ദൈവം പറയുന്നു: അല്ല, ആ വിഷയമല്ല വലുത്, ആ വിഷയത്തേക്കാൾ വലുതായി നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ കരം പിടിച്ചിരിക്കുന്ന, നിന്നെ ചേർത്ത് നിർത്തുന്ന, നിന്റെ നിത്യപ്രകാശമായിരിക്കുന്ന യഹോവ നിൻ്റെ കൂടെയുണ്ട്. സൂര്യൻ അസ്തമിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ വെളിച്ചമില്ലാതാകുകയില്ല. അതെ, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞാൽ ഏതു സമയത്തും, സ്തോത്രം, സമയത്തും അസമയത്തും എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും. നീ ദുഃഖിച്ചിരിക്കുന്ന ഏത് വിഷയവുമായിക്കൊള്ളട്ടെ, നിൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ട് എന്ന് നീ ഉറപ്പിക്കുന്ന സമയത്ത് നിൻ്റെ ദുഃഖകാലത്തിന് ഒരവസാനം വരും. 2024 നിന്നെ വേദനിപ്പിച്ചൊരു വർഷമാണെന്നിരിക്കട്ടെ, പക്ഷേ ഈ 2025 ഈ ആരംഭ ദിവസത്തിൽ, ഈ ആരംഭ സമയങ്ങളിൽ നീ ഉറച്ചൊരു തീരുമാനത്തോടുകൂടെ അതേ മുൻപോട്ട് പോകുക. എത്ര വലിയ വിഷയം വന്നാലും, എത്ര വലിയ പ്രതിസന്ധി വന്നാലും എന്നെ കൈവിടാത്തൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. അവൻ എൻ്റെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. ആ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല. എൻ്റെ ദുഃഖകാലം തീർന്നു പോകും. അവൻ എൻ്റെ നിത്യപ്രകാശമാണ്, അവൻ എൻ്റെ നിത്യ തേജസ്സാണ്, അവൻ എന്നെ ജ്വലിപ്പിക്കുന്നവനാണ്, അവൻ എൻ്റെ ജീവനും ചൈതന്യവുമാണ്. ആ ദൈവം എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഈ വർഷം എനിക്കൊരു ദുഃഖത്തിൻ്റെ വർഷമല്ല, ഈ വർഷം എനിക്കൊരു നിരാശയുടെ വർഷമല്ല. ഇത് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന വർഷമാണ്. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന വർഷമാണ്. ആ ഒരു പ്രത്യാശയോടെ, ആ ഒരു സന്തോഷത്തോടെ, ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.